ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ നല്ല വെയിലുണ്ട്, കാറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ തുണിയൊക്കെ കഴുകിടാമെന്ന് വിചാരിച്ചങ്ങ് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പിന്നെ അടുക്കളയോട്ട് പാചകത്തിന് കയറാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കുറച്ച് അവിയലിന് അരിഞ്ഞെടുത്ത് ഒരു 2 കായും ഒരു ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഇട്ട് ഒരു അരമുറി തക്കാളിയൊക്കെ ഇട്ട് അതങ്ങ് വേവിക്കാൻ വെച്ച്. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാനിട്ട് വേവിക്കുകയെ കുറച്ച് തേങ്ങയും ജീരകവും കൂടെ ചതച്ച് അതിലോട്ട് ചേർക്കും കേട്ടോ. അങ്ങനെയൊക്കെ വെള്ളമൊക്കെ പറ്റി വന്ന് പിന്നെ അരച്ച് ചേർത്തപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയായിരുന്നു. പിന്നെ അതൊക്കെ പറ്റിയാണ് എടുത്തത് കേട്ടോ. അങ്ങനെ അച്ഛനും മോനൂടെ ഇതിൻ്റെ ഇടയ്ക്ക് മീൻ വാങ്ങിക്കാനായിട്ട് പോയായിരുന്നു. മീനൊക്കെ കുറവാണ് കേട്ടോ, എണ്ണവും കുറവാണ്, കിട്ടാനുമില്ല. അങ്ങനെ പിന്നെ അയല മീനായിരുന്നു മേടിച്ചത്. ഒരു 5-6 മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് അത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വെട്ടി വൃത്തിയാക്കി കറിയും വെച്ച് കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2-3 എടുത്ത് കറിയും വെച്ച് ഒരു 3-4 എടുത്ത് വറുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. ഇവിടെ രാവിലെ അങ്ങ് കറണ്ട് പോകുമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് കറണ്ട് പോകുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കറണ്ടൊന്നും പോയിട്ടില്ല. എന്തായാലും ഞാൻ അപ്പോഴേ രാവിലെ അങ്ങ് 9 മണിക്ക് മുമ്പ് അരച്ചൊക്കെ അങ്ങ് വെച്ചായിരുന്നു. അതുകൊണ്ട് കുറച്ച് ജോലി എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങ അരച്ച വെച്ച തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് അയില എടുത്ത്. എനിക്ക് അയിലത്തല ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അയിലത്തലയും 2-3 മീനും ഒക്കെ ഇട്ട് കറി അങ്ങ് റെഡിയാക്കി കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, തേങ്ങയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവയും പുളിയും ഉള്ളിയും അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ച് അടുപ്പയിലാക്കി. അപ്പോഴത്തേക്ക് അവിയലൊക്കെ ഒരുവിധം പറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ആ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുത്താൽ മതിയേ. അപ്പോഴത്തേക്ക് കറിയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അടച്ച് വെച്ച് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് മോരൂടെ കാച്ചാം. എന്തെങ്കിലും മോരൊഴിക്കാനില്ലെങ്കിൽ എന്തോ പോലെ കേട്ടോ. ഇവിടെ ശീലമായോണ്ടായിരിക്കും, കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ശീലം പഠിച്ചു കേട്ടോ, മോര് വേണമെന്ന്. അങ്ങനെ പിന്നെ വറുക്കാനുള്ള മീൻ ഞാൻ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എപ്പോഴത്തെ പോലെ ഉപ്പൊക്കെ ചേർത്ത് പുരട്ടി അങ്ങ് എടുത്തു കേട്ടോ. ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാവേ. അങ്ങനെ അവിയലൊക്കെ ഒന്ന് പറ്റിയതായിട്ട് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അത് ഓഫ് ചെയ്യാവേ, കറിവേപ്പില ഇല്ലായിരുന്നതുകൊണ്ട് പിന്നെ ചേർത്ത് കൊടുത്തില്ല. അപ്പോഴത്തേക്കും മോര് കാച്ചാനായിട്ട് 2 ഉള്ളിയും കൂടെ വാട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ആദ്യമൊക്കെ തേങ്ങ അരച്ചേ വെക്കത്തുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ വെക്കത്തുള്ളൂ. ഇപ്പോൾ തേങ്ങ അരച്ച് വെക്കാറേ ഇല്ല. അങ്ങനെ കടുക് വറുത്ത് മോരിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്ന് കൈ എടുക്കാതെ ഇളക്കണേ, അല്ലെ പിരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളാതായിപ്പോവും. അതുകൊണ്ട് പിന്നെ കൈ എടുക്കാതെ ഇളഞ്ഞ് ഒന്ന് നമ്മുടെ ഒരു പുക മയം ഇങ്ങനെ വരത്തില്ലേ, അത് ആ സമയമാകുമ്പോൾ നമുക്ക് നിർത്താവേ. അങ്ങനെ അതും റെഡിയായി. പിന്നെ മീനൂടൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതെല്ലാം ഒറ്റയടിക്ക് നടക്കുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ കൂടെ പോകുന്നുണ്ട്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് വന്ന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഇതിനിടയ്ക്ക് പിന്നെ അരിയൊക്കെ ഞാനങ്ങ് അടച്ചിട്ടായിരുന്നു, പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ മീനും ഒക്കെ ഒന്ന് റെഡിയായി വന്നു കേട്ടോ. ഇപ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആയായിരുന്നു. അച്ഛനും മോനൂടെ മീൻ പോയാലേ പിന്നെ വീട്ടിലൊക്കെ കയറിയിട്ട് വരുമ്പം ഒരു 12 മണിയൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ രണ്ടുമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഏട്ടൻ നിൽക്കുവാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ഒരു 2 മണിയൊക്കെ കഴിയും ചോറ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ മീനും ഒക്കെ റെഡിയായി വന്നേ. ഇനിയിപ്പം മോന് കൊടുക്കണം. മോന് മിക്കവാറും ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഏട്ടൻ ആദ്യം ചോറങ്ങ് കൊടുക്കാം, പിന്നെ മോന് കഞ്ഞി കൊടുക്കാമെന്ന്. അങ്ങനെ ഏട്ടൻ ചോറൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കഞ്ഞി എടുത്ത് ഞാനും ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.